PS-ന് സമരസൂര്യന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. വഴിത്താരകൾ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ആളുകൾ, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല സാധാരണ മനുഷ്യരുൾപ്പെടെ ദേശീയപാതയുടെ ഓരങ്ങളിലേക്ക് എത്തുകയാണ്. PS-ന് അവസാനമായി ഒരു നോക്ക് കാണാൻ. കേരളത്തിൽ ഇത്ര സമരഭരിതമായ ഒരു രാഷ്ട്രീയ ജീവിതം മറ്റാർക്ക് എന്ന ചോദ്യമാണ് ആധുനിക കാലം. കേരള രൂപീകരണത്തിന് ശേഷം ഇപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തി നിൽക്കുന്ന പോയിന്റിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാഷ്ട്രീയ കേരളമാകെ ചോദിക്കുന്നത് സമരഭരിതമായ രാഷ്ട്രീയ ജീവിതത്തിന് വിട നൽകുകയാണ് കേരളം. 50 വർഷത്തോളം 1967 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച അമ്പലപ്പുഴയിൽ നിന്ന് എത്തിയത് പിന്നാലെ നിയമസഭാ സാമാജികൻ എന്നതിന് ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഘാടകൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ് 3 തവണ, മുഖ്യമന്ത്രി, അങ്ങനെ സുപ്രധാന പദവികളിലൂടെ PS കേരളത്തെ സഞ്ചരിപ്പിച്ച കാലത്തിൻ്റെ അടയാളം ബാക്കിയുണ്ട്. തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ല ഇപ്പോൾ യാത്രയയപ്പ് നൽകുകയാണ്. അവസാനമായി സമരനായകന് PS-ന് വിട. മംഗലപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിലാപയാത്ര. തിരുവനന്തപുരം നഗരം പിന്നിടാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. നഗരത്തിൻ്റെ അറ്റമാണ് മംഗലപുരം. കണിയാപുരം പിന്നിടുന്നതോടെ തിരുവനന്തപുരം നഗര പരിധി അവസാനിക്കുന്നു എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. പക്ഷേ വളർന്ന കേരളത്തിൽ, വളർന്ന തലസ്ഥാന ജില്ലയിൽ, വളർന്ന തിരുവനന്തപുരത്തും മംഗലപുരവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു കാലത്തിൻ്റെ ആകെ മാറ്റം നമുക്ക് ഈ ദേശീയപാത ഓരത്തോടുകൂടി ആലപ്പുഴയിലേക്ക് PS അവസാനമായി യാത്ര ചെയ്യുമ്പോൾ കാണാം. മാറിയ കേരളത്തിൽ മാറ്റങ്ങൾക്ക് വഴി വെട്ടിത്തെളിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, ഭരണാധികാരികളിൽ ഒരാൾ ഇതാ തിരികെ മടങ്ങുകയാണ്. ഇനി മടക്കമില്ലാത്ത യാത്രയിലേക്ക് കണ്ണൻ നായരുണ്ട്. കണ്ണൻ, മംഗലപുരത്തേക്ക് എത്തുമ്പോഴും രാത്രി ഈ സമയം ഇങ്ങനെ പിന്നിടുമ്പോൾ ഇപ്പോൾ 9 മണി കഴിഞ്ഞു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ആലപ്പുഴയിലേക്ക് എത്തിക്കാൻ കഴിയുമോ? 100 കണക്കിന് പേർ, ചിലയിടങ്ങളിൽ 1000 പേരാണ്. ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആയിരങ്ങളാണ് നഗരപരിധി വിട്ട് PS പോകുമ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവസാനമായി ആ മുഖമൊന്ന് കാണാൻ, ഒരു വിപ്ലവാഭിവാദ്യം അർപ്പിക്കാൻ വഴിയിൽ കാത്തുന്നത്. ഇനി ചെമ്പകമംഗലത്തേക്കാണ് അടുത്തതായി എത്തേണ്ടത്. അന്തരീക്ഷം എങ്ങനെയാണ്? എത്രത്തോളം ആളുകൾ PS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വഴിയോരങ്ങളിൽ ഇപ്പോഴും കാത്തു നിൽക്കുന്നു? രതീഷ്, 8:30 കഴിഞ്ഞതോടുകൂടി പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ഒട്ടേറെ ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മംഗലപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നു. ഈ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലേക്കാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ കച്ചേരി ജംഗ്ഷനിൽ ഇപ്പോൾ വലിയ പന്തലൊക്കെ ഇട്ട് PS-നെ വരവേൽക്കാൻ വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. മംഗലപുരത്ത് നിന്ന് ദേശീയപാത നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ ദേശീയപാത വികസനത്തിലടക്കം ഈ നാടിന് വേണ്ടി എന്തൊക്കെയോ എത്ര സംഭാവനകൾ നൽകിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവസാന യാത്രയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പുന്നപ്ര, വയലാർ സമര സേനാനികൾ ഉറങ്ങുന്ന പുന്നപ്രയുടെ മണ്ണിലേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ ഓരോ ആൾക്കാരും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ഓരോ ആൾക്കാരുടെയും കണ്ണങ്ങ് തെക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എത്രയും വേഗം ആ PS ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി ആ PS-നെ കണ്ട് അദ്ദേഹത്തിന് ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഒരു നുള്ളു പൂക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വർഷിക്കാൻ വേണ്ടി അവസാനമായി റെഡ് സല്യൂട്ട് നൽകി ഇവിടെ നിന്ന് യാത്ര അയക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തുനിൽപ്പിലാണ് ഓരോ ആൾക്കാരും. മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. ഞാൻ ഈ വിലാപയാത്രയ്ക്കൊപ്പം തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് കഴക്കൂട്ടം വരെ വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ വലിയ തിരക്കാണ്. ശ്രീകാര്യത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് എത്താൻ മണിക്കൂറുകളാണ് ആ വിലാപയാത്ര എടുത്തത്. അതുകൊണ്ട് അതിന് സമാനമായ രീതിയിൽ ഓരോ സ്ഥലത്തും രാത്രി ഇത്രയും 9 മണിയോടുകൂടി എടുക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. അവർക്കൊക്കെ തന്നെ ഓരോ PS-നെ കുറിച്ച് ഓരോ ആൾക്കാർക്ക് ഓരോന്നും പറയാനുണ്ട്. ഇത്ര നേരമായിട്ടാണ് വന്നിട്ട്? ഞാൻ ഒരു 4 മണിക്ക് അപ്പോഴും പോലെ നിൽക്കുകയാണ്. വല്ലാത്തൊരു വികാരമാണ് PS അല്ലേ? അത്ര നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടോ ഒരു ഓർമ്മ? ഞാൻ ഇവിടെ ഉള്ളതാണ്, ഈ ACC ജംഗ്ഷൻ. അപ്പോൾ ഒരിക്കൽ സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അന്ന് 2006 അങ്ങനെ അന്ന് ആദ്യത്തെ ഒരു പ്ലസ് കേരളത്തിൽ നിന്ന് പോകുന്നത് എൻ്റെ പ്ലസ്സാണ്, ഈ ACC ജംഗ്ഷൻ. അപ്പോൾ അത്തരാത്മബന്ധങ്ങളും കാര്യങ്ങളും
മറക്കാൻ കഴിയില്ല. ഈ കണക്കൊരു നേതാവിനെ കിട്ടില്ല. സത്യമാണ്. ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാവില്ല. ഇനി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവരെ മരിച്ചിട്ടില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്ര നല്ലൊരു ആളാണ്. ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ആളാണ്. VS കടന്നു പോകുന്നതിൻ്റെ ഒരു വിഷമം കണ്ണുകൾ കാണാനുണ്ട്. മാത്രമല്ല എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട് പ്ലസ്. അന്ന് എൻ്റെ പ്ലസ് എൻ്റെ ഫോട്ടോയോട് കൂടി കേരള ഒട്ടാകെ പോയതിന് ശേഷം പിറ്റേന്ന് 1:30 മണിക്കാണ് മലമ്പുഴത്തേക്ക് സീറ്റ് കൊടുക്കുന്നത്. അതുവരെ ആ സമയത്ത് മനസ്സിൽ വല്ലാത്ത ചങ്കിടിപ്പ് ഇപ്പോഴും വേദന മാറുന്നില്ല. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അന്നുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയുകയാണ്. ഇപ്പോഴും ആ വേദന മാറുന്നില്ല. വലിയ ഒരു ആ സമയത്തൊക്കെ തന്നെ രതീഷ് അറിയാമല്ലോ, ആ സമയത്തൊക്കെ തന്നെ നിരത്തുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യം മാത്രമാണ്. ആ സമയത്ത് VS വേണ്ടി മാത്രമാണ് തെരുവിൽ അണികൾ പുറത്തേക്കിറങ്ങി അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയാവുകയൊക്കെ തന്നെ ചെയ്ത ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ ഒട്ടേറെ ആൾക്കാർ. ചേട്ടാ എത്ര നേരം എത്തിയിട്ട്? ഞാനൊരു 6 മണിയായി. അല്ല സോറി 4:30 മണിക്കെത്തി. നല്ല മഴയും കരിക്കും ഉണ്ട്. പക്ഷേ VS കാണുക എന്നുള്ളതൊരു അതിനു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. എത്ര നേരമായിരുന്നാലും അത് കണ്ടിട്ടേ പോകത്തുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ VS ഓർക്കുന്നത്? പുന്നപ്രയിൽ നിന്ന് വളർന്നു വന്ന ഈ VS നിങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുക? മനുഷ്യനോട് കൂടുതൽ അടുപ്പവും നല്ല രീതിക്ക് ഉത്സവമുണ്ട്. അവസാനമായിട്ടൊരു റെഡ് സല്യൂട്ട് നൽകാൻ വേണ്ടിയാണ് കാണണമെന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് വന്ന് നിൽക്കുന്നു. ഇനി എത്ര വൈകിയാലും കണ്ടിട്ടേ പോകത്തുള്ളൂ. പ്രതീക്ഷ അത് തന്നെയാണ്. VS ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം. എത്ര വൈകിയാലും കുഴപ്പമില്ല. VS കണ്ട ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ. അദ്ദേഹത്തിന് മുന്നിൽ ഒരു റെഡ് സല്യൂട്ട് നൽകിയ ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന് പറയുന്ന ഒട്ടേറെ ആൾക്കാർ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 2006 കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. 2006 തെരുവിൽ ജനങ്ങൾ ഇറങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ. ഒരു കുഞ്ഞ് റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് VS കാണാൻ. എന്താ കുഞ്ഞിൻ്റെ പേര്? എന്തിനു വന്നാ ഇവിടെ? ശോഭനെ കാണാൻ വന്നതാണോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തോ എത്ര മണിക്ക് എത്തിയ? നേരത്തെ എത്തിയാണോ? എന്തോ അച്ഛനോട് പറയാനുള്ളേ? ലാൽസലാം പറഞ്ഞു. രതീഷ് കൊച്ചു കുഞ്ഞാണ്. അച്ഛൻ്റെ തോളിലേറി വന്നതാണ്. ആ കുഞ്ഞു പോലും ഇവിടെ VS അച്യുതാനന്ദൻ അച്ചുമാമൻ എന്നാണ് വിളിക്കുന്നത്. പണ്ടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ അനുയായികളും അണികളും ഒക്കെ തന്നെ വിളിക്കുന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു എന്താ പറയുക, ഒരു മുത്തശ്ശനെ കാണുന്ന പോലെയൊക്കെ തന്നെ കണ്ടുകൊണ്ട് ഓരോ ആൾക്കാരും ഇവിടെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്. എന്താ കുഞ്ഞിൻ്റെ പേര്? ആരെ കാണാൻ വന്നാ? സഖാവിനെ കാണാൻ വന്നാ? നേരത്തെ സഖാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവസാനമായിട്ട് കാണാൻ പോവാണല്ലേ? എന്താ ഇപ്പം കാണാൻ വന്ന സമയത്ത് ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഉപ്പൻ പറഞ്ഞിട്ടുണ്ടോ സഖാവ് ആരാന്ന്? പേരെന്തോ സഖാവ്? ഈ കുഞ്ഞു മനസ്സിലേക്കൊക്കെ തന്നെ VS കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അത്രയും ഒരു ആത്മബന്ധം ഉണ്ടോ അദ്ദേഹമായിട്ട്? നല്ലൊരു നേതാവായിരുന്നു. കാണാനായിട്ട് ഇവിടെ ഉള്ളതാണ്. ഓരോ കുഞ്ഞുങ്ങളുണ്ട്. കാര്യം അച്ഛൻ്റെ തോളിലേറി വന്നതുകൊണ്ട് മുത്തച്ഛൻ്റെ കൈപിടിച്ച് വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ VS വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ TV യിൽ കൂടെ കണ്ട് മാത്രമായിരിക്കും പരിചയം. പക്ഷേ അവരുടെയൊക്കെ പിതാവും അതുപോലെ അല്ലെങ്കിൽ മുത്തച്ഛനും ഒക്കെ തന്നെ പറഞ്ഞു കൊടുത്ത VS കുറിച്ചുള്ള പോരാട്ട വീര്യം, ആ പോരാട്ട വീര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് ഇത്രയും നേരമായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ്. കാല് കഴിക്കുന്നുണ്ടാവാം, പക്ഷേ കാലിൽ വേദനകളുണ്ടാകാം. പക്ഷേ അതൊന്നും വകവെക്കാതെ ഓരോ ആൾക്കാരും ഇവിടെ കാത്തു നിൽക്കുകയാണ്. ആൾക്കാരുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിവൈകാരികമായ അന്തരീക്ഷത്തിൽ VS അവസാന യാത്രാമൊഴിയേകുകയാണ്. തലസ്ഥാന ജില്ല മംഗലപുരം പിന്നിടുകയാണ് ഇപ്പോൾ VS വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ഇനി ചെമ്പകമംഗലത്തേക്കാണ് എത്തേണ്ടത്. നിരവധി ചെറുസ്ഥലങ്ങൾ അതിനിടയിലുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളിൽ അല്പനേരം നിർത്തി VS അവസാനമായി, സഖാവിനെ അവസാനമായി കാണാൻ എത്തിയവർക്ക് മുന്നിൽ അല്പനേരം വാഹനം നിർത്തി അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ, അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുന്നത്.